KE സഫിയ ഓട്ടിസം സെന്റർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രതീക്ഷയുടെയും മികവിന്റെയും ദീപനാളമാണ് ഈ പേര്. ന്യൂ മാഹിയിലെ കിടാരൻ കുന്നിൽ ദുബായ് മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 2012 തുടക്കം കുറിച്ച, പിന്നീട് മികവിന്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റിന്റെ അംഗീകാരം കൈവരിച്ച ഈ സ്ഥാപനം സമർപ്പണത്തിന്റെയും ഗവേഷണത്തിന്റെയും മികച്ച പ്രവർത്തനങ്ങളുടെയും സാക്ഷ്യമായി നിലകൊള്ളുന്നു. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുരുന്നുകളെ അഭിമാനത്തോടെ ജീവിക്കുവാൻ പര്യാപ്തരാക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. ഓരോ കുട്ടിയുടെയും തനതായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ ആവിഷ്കരിക്കുന്നു. ഞങ്ങളുടെ ഏർലി ഇന്റർവെൻഷൻ സർവീസസിന്റെ ഭാഗമായി 4 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആശയവിനിമയത്തിനും ബുദ്ധിവികാസത്തിനും സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകുന്നു. നാല് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാകട്ടെ അവരുടെ മോട്ടോർ, ഭാഷാ വൈദഗ്ധ്യം എന്നിവയിലാണ് ഞങ്ങൾ ഊന്നൽ നൽകുന്നത്. അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:4 മുതൽ പരമാവധി 1:8 വരെയാണ് എന്നതിനാൽ ഫലപ്രദമായി ഓരോ കുട്ടിയെയും പ്രത്യേകം ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഏറ്റവും മികച്ച പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനായി KE സഫിയ ഓട്ടിസം സെന്റർ അർപ്പണബോധവും മികവുമുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിൽ പല ഡിപ്പാർട്ട്മെന്റുകളായി തിരിച്ചിരിക്കുന്നു. ശൈശവം മുതൽ പ്രായപൂർത്തിയാകുന്നതുവരെ സ്വതന്ത്ര ജീവിതം നയിക്കുവാൻ വേണ്ട നൈപുണ്യം ഓരോ വിദ്യാർത്ഥിക്കും പകർന്നു നൽകുക എന്നതാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. വിശദമായ വിലയിരുത്തലിന് ശേഷം ഓരോ വിദ്യാർത്ഥിയുടെയും മാനസിക പ്രായം, പ്രകടനം, കഴിവ് എന്നിവ പരിഗണിച്ച് അവരെ പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷണൽ, വൊക്കേഷണൽ എന്നിങ്ങനെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. പതിവ് പഠനരീതികൾക്ക് പുറമെ കലാ, കായിക, സാംസ്കാരിക, സാമൂഹിക വികസനത്തിനുതകുന്ന പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളുടെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടി അഥവാ IEP ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ പ്രത്യേകതകൾ പരിഗണിച്ച് വ്യക്തിപരമായ ശ്രദ്ധ നൽകുന്നതിൽ ഊന്നൽ നൽകുന്നു. വീട്ടിലിരുന്ന് പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഞങ്ങളുടെ അധ്യാപകർ മാതാപിതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. സൈക്കോളജിസ്റ്റുകൾ, സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ, ഒക്കുപേഷണൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾ, മെഡിക്കൽ ഡോക്ടർമാർ തുടങ്ങിയ പ്രൊഫഷണലുകളുടെ സേവനവും ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് ഭിന്നശേഷിക്കാർക്ക് വിവിധ ട്രേഡുകളിൽ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാൻ KE സഫിയ ഓട്ടിസം സെന്റർ മുൻകൈയെടുക്കുന്നു. ഞങ്ങളുടെ വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റിൽ ഓരോ വ്യക്തിയുടെയും പ്രത്യേക കഴിവുകളും അഭിരുചികളും കണ്ടെത്തി ആവശ്യമായ മേഖലകളിൽ അവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലിനിക്കൽ സൈക്കോളജി ഭിന്നശേഷിക്കാർക്കുള്ള സമഗ്രമായ ക്ലിനിക്കൽ സൈക്കോളജി സേവനങ്ങൾ ഇവിടെ നൽകി വരുന്നു.
ഓരോ കുട്ടിക്കും തൻ്റെ കുടുംബ വ്യവസ്ഥയിൽ ഫലപ്രദമായി ഇഴുകിച്ചേരുവാനുള്ള സമീപനമാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. കൂടാതെ ഇത്തരം സവിശേഷമായ സാഹചര്യങ്ങൾ കുടുംബാംഗങ്ങൾക്കും ഫലപ്രദമായ പരിശീലനം പകർന്നു നൽകുവാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. മോൾക്ക് 2 ചെവിക്കും 100% കേൾവിയില്ല, പിന്നെ സംസാരിക്കുകയില്ല. അങ്ങനെ നമ്മൾ ഒരു വയസ്സ് മുതൽ മൈസൂർ ഉണ്ടായിരുന്നു, അവിടെ 6 മാസം നിന്ന് അതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം മോൾക്ക് എല്ലാ തരത്തിലും നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ലിപ്പ് മൂവ്മെൻറ്റിലെ തെറാപ്പി കൊടുക്കുന്ന മോൾക്ക്. അപ്പോൾ ഓരോ വേർഡ്സ് പറയുന്നുണ്ട്. പിന്നെ കുറേ വാശി ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റം വന്ന്. എൻ്റെ കുട്ടി ഇവിടെ കെസാക്കിൽ മുന്നേ വന്നിരുന്നു, പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തു. ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടാണുള്ളത്. കുഴപ്പമില്ല, നല്ല അഭിപ്രായം തന്നെയാണ്. മുന്നേറ്റത്തിനേക്കാളും മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്ന ശേഷം തന്നെ. ഏത് ഡോക്ടറെ അടുത്ത് പോയാലും നിങ്ങളെ കുട്ടീനെ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പറയാം കെസാക്കാണ്. അയ്യോ കെസാക്കിനോളം പിന്നെ വേറെ ഒരു സ്കൂളില്ല എന്ന് പറയും. 2013 തൊട്ട് 16 വരെ ഫിസിയോതെറാപ്പി ചെയ്ത് ആൾ നടക്കാനായി. പിന്നെ 17 ഞങ്ങളിവിടെ സ്കൂളാക്കി. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം സംസാരമില്ല, എന്നാലും അമ്മമ്മ വിശക്കുമ്പം പാന്ന് പറയും. പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒരു 75-80% ഓൻ ചെയ്യുമെന്ന് പറയണം. അതായത് ടോയ്ലറ്റിങ്, കുളിക്കൽ, ഭക്ഷണം കഴിക്കൽ, ഡ്രസ്സ് ഇടൽ, അതിൽ കുറച്ചൊന്നും നമ്മളെ സപ്പോർട്ട് വേണം. ബിഹേവിയർ മോഡിഫിക്കേഷൻ തെറാപ്പികൾ, കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പികൾ, കോഗ്നേറ്റീവ് റീഹാബിലിറ്റേഷൻ, ഫാമിലി തെറാപ്പി, സോഷ്യൽ സ്കിൽ ട്രെയിനിങ്, പഠന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര വിദ്യാഭ്യാസം, നൈപുണ്യ പരിശീലനം എന്നിവ ഞങ്ങളുടെ പരിശീലന പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പീച്ച് തെറാപ്പി സംഭാഷണം, ഭാഷ, ആശയവിനിമയം, കേൾവി എന്നിവയിൽ ഞങ്ങളുടെ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി സേവനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കുട്ടികൾ, മുതിർന്നവർ, വയോജനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പ്രായക്കാർക്കും ഞങ്ങൾ സേവനങ്ങൾ നൽകുന്നു. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് സമഗ്രമായ പരിചരണവും പിന്തുണയും ഉറപ്പാക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഡിയോളജി ഞങ്ങളുടെ ഓഡിയോളജി വിഭാഗം എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്കും ശ്രവണ ബാലൻസ് ഡിസോർഡേഴ്സ് രോഗനിർണയം, വിലയിരുത്തൽ, ചികിത്സ എന്നിവയിൽ ശ്രദ്ധ ചെലുത്തുന്നു. ശ്രവണ പരിശോധനകൾ, ശ്രവണ സഹായി ഫിറ്റിംഗ്, മെയിൻ്റനൻസ് എന്നിവ ഉൾപ്പെടെയുള്ള സമഗ്രമായ സേവനങ്ങൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ശ്രവണ പുനരധിവാസവും കേൾവി സംരക്ഷണ പരിപാടികളും ഞങ്ങൾ ആവിഷ്കരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി മാനസികവും ശാരീരികവുമായ പരിമിതികളുള്ള വ്യക്തികൾക്കുള്ള ഒരു ചികിത്സാ സമീപനമാണ് ഒക്കുപേഷണൽ തെറാപ്പി. പരിമിതമായ സഹായത്തോടെയോ സഹായക ഉപകരണങ്ങളുടെ ഉപയോഗത്തിലൂടെയോ പ്രവർത്തനങ്ങൾ നടത്താൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം. ഞങ്ങളുടെ തെറാപ്പിസ്റ്റുകൾ ഓരോ കുട്ടിയുടെയും കഴിവുകൾ തിരിച്ചറിയുകയും അതനുസരിച്ച് അനുയോജ്യമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുവാനും കുട്ടികളെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തരാക്കുവാനും ഒക്കുപേഷണൽ തെറാപ്പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിയോതെറാപ്പി ന്യൂറോളജിക്കൽ അവസ്ഥ, മസ്കുലോസ്കെലിറ്റൽ, കാർഡിയോ, റെസ്പിറേറ്ററി തുടങ്ങിയ വിവിധ സൂപ്പർ സ്പെഷ്യലൈസ്ഡ് ഫീൽഡുകളെ ചികിത്സിക്കാൻ ഞങ്ങളുടെ ഫിസിയോതെറാപ്പി വിഭാഗം സജ്ജമാണ്. KE സഫിയ ഓട്ടിസം സെന്ററിലെ ഫിസിയോതെറാപ്പി വിഭാഗം രോഗികളെ എത്രയും വേഗം സുഖം പ്രാപിക്കാനും പുനരധിവസിപ്പിക്കാനും സഹായിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ്. രോഗികളെ സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ
സജീവ പങ്ക് വഹിക്കാൻ ഞങ്ങൾ കുടുംബത്തെയും പരിചരിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സ്ഥാപനം ദുബായ് മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ കീഴിൽ 2012 സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു മൾട്ടി റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. സ്പെഷ്യൽ സ്കൂളുണ്ട്, അതിനോടൊപ്പം തന്നെ റീഹാബിലിറ്റേഷൻ. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത്. ഇതിൽ നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തുക, അവർക്ക് ഏറ്റവും നല്ലൊരു സർവീസ് കൊടുക്കുക, അവരെ സൊസൈറ്റിയിലേക്ക് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെർബ്രൽ പാൾസി, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, അങ്ങനെയുള്ള കുട്ടികളാണ് നമുക്കിവിടെ ഉള്ളത്. ഫിനൈൽ, സോപ്പ് മേക്കിംഗ്, ഹാൻഡ് വാഷ്, നമ്മൾ കവർ മേക്കിംഗ് ഉണ്ട്, ഷോപ്പിംഗ് ബാഗുകളൊക്കെ നമ്മൾ അത് കുട്ടികളെ കൊണ്ടത് ചെയ്യിക്കുന്നുണ്ട്, സ്റ്റിച്ചിങ്ങും. പിന്നെ ഇത് കൂടാതെ ക്യാൻഡിൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ലപോലെ സെയിൽസ് നടക്കുന്നുണ്ട്. ഇതൊരു റിസർച്ച് ബേസ്ഡ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ തെറാപ്പി സെൻ്ററുമാണ്. ഇനിയും നമ്മൾ കൂടുതൽ ദൂരങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ ഇന്നും ഞങ്ങളത് ഓരോ മീറ്റിങ്ങുകളിലും ഞങ്ങളത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇത് ഒരു ISO അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ അതുപോലെ തന്നെ 2016-17 നമ്മൾ കേരളത്തിലെ ബെസ്റ്റ് സ്കൂൾ എന്നുള്ള ഒരു അംഗീകാരവും കൂടെ നമുക്ക് കേരള സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, ആ ആക്ടിന് പ്രകാരം സോഷ്യൽ ജസ്റ്റിസ് നമുക്ക് തന്ന റെക്കഗ്നീഷനാണ്. അപ്പോൾ ഇതിന് നമുക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പാക്കേജ്, ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു പാക്കേജിൽ ടീച്ചേഴ്സിൻ്റെ സാലറിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് കുട്ടികളിൽ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ അവരെ എത്തിക്കുക. പല പാരൻസ് മീറ്റിങ്ങിലും ചർച്ച ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, കെസാക്കിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളും ഒക്കെ അവർക്ക്. ഈ ഒരു അക്കാഡമിക് ഇയർ എന്ന് പറയുമ്പോൾ ക്വാർട്ടർലി ഗോളുകളാണ് നമ്മൾ എടുക്കുന്നത്. അത് അവർക്ക് SCRT നമുക്ക് ഗവൺമെൻറ് തന്ന സിലബസിൻ പ്രകാരമാണ് ക്ലാസ്സിലെ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. അതിൽ 3 മാസം കൂടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവാലുവേഷൻ നടത്തുന്നു. ഇവാലുവേഷന് ശേഷം കുട്ടികളുടെ പ്രോഗ്രസ് വിലയിരുത്തുന്നു. പാരൻസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പിന്നെ അവരുടെ പ്രോഗ്രസ് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇനി ഹാഫ് ഇയർലി ഇവാലുവേഷൻ, അത് തെറപ്പിസ്റ്റുകളും അതുപോലെ തന്നെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അവരുടെ ഒരു 6 മാസത്തെ ഇവാലുവേഷൻ, കുട്ടികളിൽ എന്തെല്ലാം പ്രോഗ്രസ്, തെറാപ്പിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എന്തൊക്കെ മാറ്റങ്ങൾ കുട്ടികളിലുണ്ടായി എന്നുള്ളത് പാരൻറ്റുമായിട്ട് നമ്മളതിനെ വിശകലനം ചെയ്ത് നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കുന്നു. എത്രയൊക്കെ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു, പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നമുക്ക് കുട്ടികളെ എത്തിക്കാൻ സാധിക്കും. KE സഫിയ ഓട്ടിസം സെന്റർ ഒരുപാട് കുടുംബങ്ങളുടെ ജീവനാഡിയാണ്. അതെ, നിരവധി കുരുന്നുകൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പ്രതീക്ഷയുടെ ഒരു ദീപനാളമാണ് ഈ സ്ഥാപനം. ഞങ്ങളോടൊപ്പം ഈ കുരുന്നുകളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുവാൻ പ്രവർത്തിക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വരൂ, നമുക്ക് കൈകോർക്കാം. ഈ കുരുന്നു ജീവിതങ്ങളിൽ മാറ്റത്തിൻ്റെ ഒരു ദീപനാളം തെളിയിക്കാം.